ഇതിനിടയിൽ ഒരാളെ കൂടി പരിചയപ്പെടുത്താറുണ്ട്. ശ്രീമതി ആശ അക്ബർ, ഷൈജു ദാമോദരൻ്റെ ജീവിത പങ്കാളിയാണ്. അല്ല, എനിക്ക് പ്രേക്ഷകരോട് പരിചയപ്പെടുത്തും. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള ഈ ആലപ്പുഴയിലേക്കുള്ള വരവും കാഴ്ചയും അനുഭവവും? മുൻപ് കണ്ടിട്ടുണ്ട്, ഇത്തവണ കാണുമ്പോൾ മഴയും വെയിലും. മൂന്നാമത്തെ തവണയാണ് ഞാൻ കാണാൻ വരുന്നത്. ഞാൻ ഓരോ തവണ വള്ളംകളി കാണാൻ വരുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കുക, ഒളിമ്പിക്സിൽ 100 മീറ്റർ അത്ലറ്റിക്സിൽ 100 മീറ്റർ ഉണ്ടല്ലോ, ഉസൈൻ ബോൾട്ട് ഓടുന്ന പോലെയാണ് നമ്മുടെ 4 ചുണ്ടൻ വള്ളങ്ങളും ലാസ്റ്റ് ഫൈനൽ ഹീറ്റ്സിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് കണ്ടുണ്ടായ അഡ്രിനാലിൻ റഷാണ് ഇത്തവണയും എന്നെ ഇവിടെ എത്തിച്ചത്. അല്ല, ഈ പറഞ്ഞ പോലെ ഉസൈൻ ബോൾട്ടിന്റെ ആ ഒരു സ്പ്രിന്റ് സ്പിരിറ്റ് ഉണ്ടല്ലോ, വേഗത, അതിവേഗം, അതുപോലൊരു മനുഷ്യൻ വീട്ടിലിരിക്കുകയാണ്. ഇത് ഈ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എങ്ങനെയാണ് കാണുന്നത്? ഷൈജുവിൻ്റെ കമൻട്രിയും അതിനോട് ആളുകൾ വളരെ എക്സൈറ്റഡ് ആയിട്ട്, മുമ്പ് പറഞ്ഞ പോലത്തെ ഇപ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ചില വാക്യങ്ങളൊക്കെ ഗംഭീരമായ ആളുകൾ എടുക്കുന്നുണ്ടല്ലോ. ഈ വീട്ടിലെങ്ങനെ ആശാൻ? വീട്ടില് ഷൈജു ദാമോദരന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ഭാര്യ സ്പോർട്സാണ്, ഫുട്ബോളാണ്. അതുകൊണ്ട് അതിനോടുള്ള ആ ഒരു പ്രണയം, ആ കമ്പം, അത് നമ്മൾ മനസ്സിലാക്കി കഴിയുന്നതോടെ ആ പ്രശ്നം തീർന്നു. കാരണം എന്താണ്, ശരത്ത് ചോദിച്ചത് അല്ല, പ്രസക്തമായ ചോദ്യം. ഇതിപ്പോ നമ്മുടെ നിങ്ങളെ രണ്ടുപേരും കൂടെ ഒന്നിച്ചു കിട്ടുമ്പോൾ അല്ല കൈരളിയുടെ നമ്മുടെ ഇന്നത്തെ മോർണിംഗിൽ കൈരളിയുടെ പ്രഭാതത്തിന്റെ ഒപ്പം നമ്മളുണ്ട്, അതിനോട് ചോദിക്കുന്നു. ഇതല്ലാതെ അനൗപചാരികമായി ഈ ചോദ്യം ഞാനൊരു 100 തവണ കേട്ടിട്ടുണ്ട്. അതായത്, നിങ്ങൾ വീട്ടിലെങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് പെട്ടെന്നൊരു ചായ തരൂ, ചായയുടെ കൂടെ കടി തരൂ, ചായ കഴിക്കാൻ എന്തെങ്കിലും തരൂ, എടുത്തു വെക്കുന്നു, എനിക്ക് വിശക്കുന്നു, വീട്ടിലെ കമന്റേറ്റർ ഒരു വിവരം അറിയുന്നു. അതൊക്കെ ഓളപ്പരപ്പിലും അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിലും അതിൽ ത്രസിപ്പിച്ചു പോവാം. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരിക. ഞാൻ നേരത്തെ ശരത്ത് പറഞ്ഞ ഒരു പോയിന്റിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതി കൂടെ പറയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞു ഈ വീണ്ടും മെയിൽ വന്നു, വർത്തമാനകാല സംഗതികളെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. യെസ്, അതിന് എനിക്ക് ഏറ്റവും സന്തോഷകരമായത്, എനിക്ക് തോന്നുന്നു ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കരുവാറ്റയിൽ കമൻട്രി പറഞ്ഞ ആ ഒരു ജോലിക്കാണ്. അതെനിക്ക് മറ്റൊരാളിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവാണ്. പക്ഷേ ആ അറിവ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുമ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നത്. നമ്മുടെ കാരിച്ചാൽ വള്ളം ജനനം മുതലേ ഒരു സൈഡ് ചരിഞ്ഞ വള്ളമാണ്. അത് അതിൻ്റെ നിർമ്മിതി കൊണ്ട് സംഭവിച്ച ഒരു അപാകതയാണ്. അപാകത എന്ന് പറഞ്ഞുകൂടാ, ഇൻവെർട്ടർ കോമ. പക്ഷേ നമ്മൾ പറയില്ലേ, ചില ആളുകളുടെ ശാരീരികമായിട്ടൊരു പക്ഷേ ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയാലും അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ്. നമ്മുടെ ലാലേട്ടൻ ഒരു സൈഡ് ചരിഞ്ഞ് നടക്കുന്നത് പോലെ അങ്ങനെ വന്നപ്പോൾ കണക്ട് ചെയ്തു. കാരിച്ചാൽ വരികയാണ്, കാരിച്ചാൽ വള്ളംകളിയിലെ ലാലേട്ടൻ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ വൈ ഹീസ് കണക്ടിങ് ലാലേട്ടൻ വിത്ത് കാരിച്ചാൽ? There is a reason. ലാലേട്ടനെ പോലെ ഒരു സൈഡ് ചരിഞ്ഞാണ് കാരിച്ചാലിന്റെ വരവ്. മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ലാലേട്ടന്റെ വലത്തോട്ടാണ് ചരിവ്, കാരിച്ചാലിന്റെ ഇടത്തോട്ടാണ് ചരിവ്. അത് കറക്റ്റ്, സ്പോട്ട് ഓൺ, കറക്റ്റ് ആണ്. അപ്പോ ഇടത്തോട്ടുള്ള ചരിവ് ഗംഭീര. അതെ, അത് ആ ചരിവിനെ കുറിച്ച് ശരത്ത് സ്ട്രെസ് ചെയ്യും. എപ്പോഴാണ് സ്ട്രെസ് ചെയ്യാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അല്ല, ഇത് ഈ പണി നമുക്കൊക്കെ അറിയാം. വലത്തോട്ട് ചരിവുള്ള വെള്ളമുണ്ട്, പേടിക്കണ്ട. വലത്തോട്ട് കൊണ്ട് വെള്ളം ചരിവ്. അപ്പൊ നമ്മൾ ഇടത്തോട്ടുള്ള ചരിവ് കൊണ്ട് നമ്മളതിനെ ബാലൻസ് ചെയ്ത് കുതിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, ഇതിൽ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സംഗതി നമ്മൾ പറയേണ്ടത്, ഇത് രസകരമായ ഒരു സബ്ജക്റ്റ് പുരോഗമിക്കുകയാണ് ഇവിടെ. വള്ളം തുഴച്ചിൽക്കാര് വെള്ളത്തിൽ തുഴ എറിയുന്ന രീതി, അതിൻ്റെ ആ ഒരു ഏകോപനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പുതിയ കാലത്ത് സ്ട്രോക്ക് എന്ന് പറഞ്ഞ സ്ട്രോക്കുകളുണ്ട്. അതായത് നമ്മൾ തുഴ എടുത്തിട്ട് വായുവിൽ ൂടെ വെള്ളത്തിലേക്ക് ഇട്ട് വെള്ളത്തിൽ നിന്ന് വലിക്കുമ്പോൾ നമ്മളൊരു വരയ്ക്കുകയാണ്, വായുവിലും വെള്ളത്തിലും കൂടെ. ഇതെല്ലാവരും ഒരുമിച്ച് ചെയ്താൽ റേച്ചായം പറഞ്ഞതുപോലെ വള്ളം എങ്ങോട്ടും പോവില്ല, നേരെ തന്നെ പോകും. അപ്പോൾ ആ നേരെ പോകുന്ന രീതിക്ക് ഒരു സാങ്കേതികതയും കൂടിയുണ്ട്. ആ തുഴച്ചിലെ ഒരു മികവ് കൂടിയാണ് വള്ളത്തെ നേരെ തന്നെ കൊണ്ടുപോകുന്നത്. ഈ വള്ളംകളി കുട്ടനാടിൻ്റെ വൈകാരികത എന്ന തലവും ഒക്കെ വിട്ടിട്ട് വളരെ പ്രൊഫഷണലായൊരു സ്പോർട്ട് ഇവൻ്റായി മാറുന്നു. കോച്ചസ് എന്നൊക്കെ പറഞ്ഞാൽ അസാമാന്യ കോച്ചുകളാണ് വരുന്നത്. ഈ ആർമിയിൽ നിന്ന് വരുന്നു, സായിൽ നിന്ന് വരുന്നു, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള സ്പോർട്സുകാരായിട്ടുള്ള ഒരു തുഴച്ചിൽക്കാരാവുന്നു. ഈ വേഗത എന്ന് പറയുന്നതിലേക്കാണ് എത്ര സെക്കൻഡ് കൊണ്ട് എത്ര മിനിറ്റ് കൊണ്ട് ക്വിക്കായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നു, ഇതിലേക്ക് മാറിയല്ലേ അതിന്റെ ആ മാറ്റം. മത്സരാർത്ഥികൾ ഒരു ടീമിൽ തന്നെ, നമ്മളൊരു ടീം ഇവന്റ് ഒക്കെ കാണുമ്പോൾ അത്രയും മത്സരാർത്ഥികൾ ഒരു മത്സര ഇവന്റും അങ്ങനെ ഇല്ല. അത്രയും അധികം മത്സരാർത്ഥികൾ ഒരു ടീമായിട്ട് വരുന്ന മത്സരം കൂടിയാണ്. പുതിയ വള്ളങ്ങൾ വരും വർഷങ്ങളിൽ ഇറങ്ങുന്നു. കാരണം ഇതൊരു ആവേശമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഇത് കാലങ്ങളായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ അങ്ങ് ഏറ്റെടുത്തു. കാരണം ഇത് ഇനിയും
വളരുക എന്നുള്ളതല്ലാതെ ഇതിനൊരു തളർച്ച ഉണ്ടാകത്തില്ല. വളരെ പ്രൊഫഷണലായും തന്നെ വളരെ കൊമേഴ്ഷ്യലായും വളരേണ്ടതുണ്ട്. ഒരുപാട് സാധ്യതകളിലേക്കാണ് ഓരോ വർഷവും പോകുന്നത്. ആ കോർഡിനേഷൻ നടക്കുന്നുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ഈ വേഗത അതിലൊരു കോംപ്രമൈസ് ഇല്ല. ഇപ്പോൾ ട്രയൽ പോലും ഇത്ര മിനിറ്റിൽ പിടിക്കുക അത് ലക്ഷ്യം വെച്ചാണ് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 മിനിറ്റ് 14 സെക്കൻഡാണ് കഴിഞ്ഞ തവണ ഫൈനലിൽ PBCയും കാരിച്ചാലും അവർ തുടങ്ങിയത് കാരിച്ചാലും ഫിനിഷ് ചെയ്ത്. അപ്പോൾ ഇത്തവണ 4:13 ടാർഗറ്റ് ചെയ്യണം. ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്ന സംഗതിയൊക്കെ പോയി. അപ്പൊ ഇപ്പൊ ഫോട്ടോ ഫിനിഷ് എന്ന് കമന്ററിയിൽ ഉപയോഗിക്കാറുണ്ടോ? ഫോട്ടോ ഫിനിഷ് എങ്കിലും അതൊരു എന്താ പറയാ, നമ്മൾ പറയില്ലേ അറിയാതെ വന്നു പോകുന്ന ചില ആളുകൾക്ക് വേഗം മനസ്സിലാവും. പക്ഷെ ഫോട്ടോ ഫിനിഷിനും അപ്പുറമായി. പിന്നെ ഫോട്ടോ ഫിനിഷിന് അപ്പുറമായ കാര്യങ്ങൾ മൈക്രോ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ഇത് വേഗം ഈ ആലപ്പുഴയിലെ നെഹ്റു ട്രോഫി വള്ളംകളി വെറും ഒരു വിനോദം എന്ന സംഗതിക്ക് അപ്പുറത്തേക്ക് ഇതൊരു പ്രൊഫഷണൽ സ്പോർട്ടായി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പം ലൈക്ക് IPL, ISL ഒക്കെ പോലെ തന്നെ ബോട്ട് ലീഗ് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഒരു സിംഗിൾ സ്പോർട്ടിൽ ഒരു സിംഗിൾ ടീമിന് വേണ്ടി മത്സരിക്കുന്ന ലോകത്തെ ഏക കായിക ഇനം വള്ളംകളിയാ. 100-ൽ പരം തൊഴിലാളികളെ ഇരുത്താൻ പറ്റിയ വള്ളമുണ്ട്. ഉണ്ടല്ലോ. അപ്പോ നിങ്ങളൊരു ജവഹർ തായങ്കരിയാൻ തോന്നുന്നു അല്ലേ? അതെ, 105 ജവഹർ 5 പേരെ തുഴച്ചിൽക്കാരെ ഇരുത്താം. അതെ. എന്നാൽ കാരിച്ചാലാണ് 77 ഏറ്റവും ചെറുതും. പക്ഷെ കുതിക്കുന്നത് അത് ചെല്ലുന്ന ഈ വള്ളത്തിന്റെ ഡൈനാമിക്സ് വെച്ച് നമ്മൾ കാണുന്ന ആളുകളുടെ എണ്ണമല്ല. ചില പറയും ഈ ഉണങ്ങിയ വെള്ളം എന്ന് വെച്ചാൽ അധികം വെള്ളത്തിൽ കിടക്കാതെ ഉണക്കി വെച്ച വെള്ളം നേരെ കൊണ്ടുവന്ന് മത്സരത്തിൽ പറക്കും. അതേസമയം വെള്ളം കനം കൂടിയ വെള്ളം വലിക്കാൻ പാടാ. അപ്പൊ അതുമൊക്കെ നമ്മൾ നോക്കേണ്ടത് PBC കഴിഞ്ഞ കാലങ്ങളെല്ലാം മാറി തുടങ്ങി. കൈക്കരുത്താണ്. ഇത് കൈക്കരുത്താണ്.